പീഡാനുഭവ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നാളുകളാണ് ക്രൈസ്തവർക്ക് വല്ലം. 50 ദിവസത്തെ നോമ്പും ഉപവാസവും പരിഹാര പ്രവർത്തനങ്ങളും വഴി വിശ്വാസികൾ തങ്ങളുടെ കുറവുകൾ പരിഹരിക്കുകയും ആത്മീയ ഊർജ്ജം സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. ഈ നോമ്പിനോടനുബന്ധിച്ച് ഇടുക്കി രൂപതയുടെ 4ാമത് കാൽനട കുരിശുമല തീർത്ഥാടനം 27-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ്. ഹൈറേഞ്ചിലെ പ്രസിദ്ധ കുരിശുമലയായ എഴുകുംവയലിലേക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ ആത്മീയ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുന്നത്. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും. 4 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് കാൽനട തീർത്ഥാടനം ആരംഭിക്കുന്നത്. 26-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കാൽനട തീർത്ഥാടനം രാത്രി 10:30 തങ്കമണിയിൽ എത്തിച്ചേരും. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ 4ാമത് കാൽനട കുരിശുമല തീർത്ഥാടനം എഴുകുമല കുരിശുമലയിലേക്ക് ഈ മാസം 27-ാം തീയതി നടക്കുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലം 50 നോമ്പ് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ സന്തോഷ പങ്കുചേരാനുള്ള ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കുരിശുമലയിലേക്കുള്ള തീർത്ഥാടനം ഇടുക്കി രൂപതയിൽ ഇത് 4ാം പ്രാവശ്യമാണ് നടത്തുക. ഓരോ വർഷവും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂടുതൽ വിശ്വാസ തീഷ്ണതയോടെ പങ്കെടുക്കുന്ന എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. 27-ാം തീയതി നടക്കുന്ന ഈ തീർത്ഥാടനത്തിന് മുന്നോടിയായി അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പിൽ നിന്നും 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തീർത്ഥാടനം ആരംഭിച്ച് രാത്രി 10:30 തങ്കമണിയിൽ എത്തിച്ചേരുകയും 27-ാം തീയതി തങ്കമണിയിൽ നിന്നും വീണ്ടും യാത്ര ആരംഭിച്ച് 8 മണിക്ക് മലയടിവാരത്ത് എത്തുന്നു. അതേസമയം തന്നെ തോപ്രാംകുടിയിൽ നിന്നും, വെള്ളയാംകുടിയിൽ നിന്നും, നെടുങ്കണ്ടത്ത് നിന്നും, ബത്തേലിൽ നിന്നുമൊക്കെ വിശ്വാസമുഖം കുരിശിനോടി ചൊല്ലി പ്രാർത്ഥന ചൊല്ലി മലയടിവാരത്തെത്തി 8 മണിക്ക് കുരിശുമല കയറുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുക. ഈ തീർത്ഥാടനം അനുതാപത്തിൻ്റെ ഒരു യാത്രയായി, കൂട്ടായ്മയുടെ യാത്രയായി, പ്രത്യാശയുടെ യാത്രയായി, വിശ്വാസ പ്രഘോഷണത്തിന് അനുഭവമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ തീർത്ഥാടനത്തിലെ ഇടുക്കി രൂപതയിലെ വിശ്വാസ സമൂഹം പങ്കെടുക്കുക. വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് തങ്കമണിയിൽ നിന്നും തീർത്ഥാടനം പുനരാരംഭിക്കും. വെള്ളയാംകുടിയിൽ നിന്നും 5 മണിക്കും, തോപ്രാംകുടിയിൽ നിന്നും 4 മണിക്കും, നെടുങ്കണ്ടത്ത് നിന്നും 6 മണിക്കും തീർത്ഥാടനം ആരംഭിക്കും. രാവിലെ 7:15 എല്ലാ തീർത്ഥാടനങ്ങളും വെട്ടിക്കാമറ്റം ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് സംയുക്തമായി എഴുകുംവയലിലേക്ക് നീങ്ങും. മുൻ വർഷങ്ങളിൽ നടത്തുന്നത് പോലെ 2 ദിവസമായിട്ടാണ് തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇടുക്കി രൂപതാ മെത്രാൻ അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നാണ് തീർത്ഥാടനം 26-ാം തീയതി വ്യാഴാഴ്ച ആരംഭിക്കുന്നത്. അത് ചെറുതോണി, ഇടുക്കി, മരിയാപുരം വഴി കടന്ന് തങ്കമണിയിൽ അവസാനിക്കും. തങ്കമണിയിൽ നിന്നും രാവിലെ 4 മണിക്കാണ് തീർത്ഥാടനം അവിടെ നിന്ന് പുനരാരംഭിക്കുന്നത്. അതേസമയം തന്നെ സമാന്തരമായിട്ട് രാവിലെ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കും. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉദയഗിരി, തോപ്രാംകുടി, വെള്ളയാംകുടി, നെടുങ്കണ്ടം എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഇടുക്കി രൂപതയിൽ ഈ 40-ാം വെള്ളി ആചരണം രൂപതയുടെ തീർത്ഥാടന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കാൽനടയായി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ മലയടിവാരത്തിൽ വാഹനത്തിലെത്തി അവിടുന്ന് അഭിമന്യ പിതാവിനോടൊപ്പം രൂപത ഒരുമിച്ച് നടത്തുന്ന ഈ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കുപറ്റി ദൈവാനുഗ്രഹം സ്വന്തമാക്കും. രാവിലെ എത്തിച്ചേരാനായിട്ട് സാധ്യമാകാത്ത ആളുകൾക്ക് പകൽ സമയവും രാത്രി മുഴുവനും
തീർത്ഥാടനം നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം എഴുകുംവേലിൽ പൂർത്തിയായി വരുന്നു. വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ആളുകൾ അവിടെ തീർത്ഥാടകരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇടുക്കി രൂപത 4ാമത് നടത്തുന്ന ഈ തീർത്ഥാടനം ഓരോ വർഷം ചെല്ലുന്തോറും വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തീർത്ഥാടകർ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഇടുക്കിക്ക് പുറത്തുനിന്നും എത്തുന്ന തീർത്ഥാടകരുണ്ട്. അവരെ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടനം ഈ വർഷം മലമുകളിൽ എത്തിച്ചേരുമ്പോൾ തക്കല രൂപതയുടെ മെത്രാൻ അഭിവന്യ മാർ ജോർജ് രാജേന്ദ്രൻ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നതാണ്. അഭിവന്യ പിതാവാണ് ഈ വർഷം 40-ാം പള്ളിയുടെ സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. തുടർന്ന് വൈകുന്നേരം തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പണം മലമുകളിലുണ്ടാകും. വന്ന് മല കയറുന്ന ആളുകൾക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒപ്പം തീർത്ഥാടകരായി എത്തിച്ചേർന്ന മുഴുവൻ വിശ്വാസ സമൂഹത്തിനും മലമുകളിൽ നേർച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പിൽ നിന്നും 35 കിലോമീറ്റർ ദൂരമാണ് കാൽനട തീർത്ഥാടനം നടത്തുന്നത്. ഈ കാൽനട തീർത്ഥാടനത്തിന് മുഴുവൻ സമയവും രൂപതാധ്യക്ഷൻ കാൽനടയായി തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്നു. എഴുകുമേൽ വരെയുള്ള ദൂരം ഈ 35 കിലോമീറ്റർ വിശ്വാസ സമൂഹം കാൽനടയായി തീർത്ഥാടനം നടത്തിയാണ് മലമുകളിൽ. 8 മണിക്ക് മലയടിവാരത്തിലുള്ള കപ്പകളിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശിന്റെ വഴിയായി മല കയറും. കാൽനടയായി എത്തിച്ചേരാൻ സാധിക്കാത്തവർ വാഹനങ്ങളിൽ എഴുകുമലയിലെത്തി അഭിവന്യ പിതാവിനോടൊപ്പം കുരിശുമല കയറ്റത്തിൽ സംബന്ധിക്കും. മലമുകളിലെത്തുമ്പോൾ തക്കല രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ വിശുദ്ധ കുർബാനയർപ്പിച്ച സന്ദേശം നൽകും. 40-ാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായാണ് ആചരിക്കുന്നത്. കുമ്പസാരിച്ച് ഒരുങ്ങി മല കയറുന്നവർക്ക് സഭ നിശ്ചയിച്ചിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. പകലും രാത്രി മുഴുവനും വിശ്വാസികൾക്ക് മല കയറി പ്രാർത്ഥിക്കുവാനുള്ള സൌകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാഴത്തോപ്പിൽ നിന്ന് 35 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീർത്ഥാടനത്തിന് മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകും. തീർത്ഥാടകരായി എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിക്കും. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG, UKG, പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.